ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരുപാട് ദിവസമായി നമ്മൾ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ക്രീമൊക്കെ വെച്ചിട്ടാണ് ഐസ്ക്രീം ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിൽ, ഇതേ മെത്തേഡിൽ തന്നെ ഐസ്ക്രീം വേണമെന്ന്. അപ്പോൾ ഇതിൻ്റെ രുചിയെ വേറെ ലെവലാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഞാനൊരു പാനിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. ഈ കോൺഫ്ലോർ ആണ് ഐസ്ക്രീം നല്ല സ്മൂത്തായിട്ടും ക്രീമി ആയിട്ടും ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ കോൺഫ്ലോർ. സാധാരണ പലചരക്ക് കടകളിലും കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ കോൺഫ്ലോർ. എല്ലായിടത്തും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് നേരെ അടുപ്പിലോട്ട് വെക്കുകയാണ്. അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിക്കായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതങ്ങ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് തിക്നെസ് വരില്ല. കാരണം നമ്മൾ 2 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ മാത്രമേ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് കോൺഫ്ലോർ കൂടി പോയി കഴിഞ്ഞാൽ ഇതൊരുപാട് കട്ടിയായി ഐസ്ക്രീം സെറ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ആ ഒരു രുചിയൊന്നും ഇതിന് കിട്ടത്തില്ല. അപ്പോൾ 2 കപ്പിന് 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം നിങ്ങൾ കോൺഫ്ലോർ ചേർക്കുക. ഇത് ചെറിയൊരു തിക്നെസ് ആയിട്ട് വരുത്തതേ ഉള്ളൂ. ഒരുപാട് തിക്നെസ് ആയിട്ടൊന്നും ഇത് വരത്തില്ല. അതാണ് പെർഫെക്റ്റ്. ഇതിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കൈയെടുക്കാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് 1 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കോൺഫ്ലോർ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ അതിൻ്റെ ആ ഒരു പച്ച ചുവപ്പൊക്കെ മാറി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1 മിനിറ്റോളം ഇത് തിളച്ചതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം രുചിയായിട്ട് കിട്ടത്തില്ല. ഇതിപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ ചൂടാറുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ചൂടാറ്റി എടുത്തതാണ്. ഇനി ഈ ചൂടാറിയ ഈ ഒരു മിക്സ് ഞാൻ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. കോക്കനട്ട് മിൽക്ക് പൗഡർ, ഇതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാൻ ഒരു ചെറിയ പാക്കറ്റാണ് മേടിച്ചത്. 25 ഗ്രാമിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ് മേടിച്ചിട്ടുള്ളത്. ഡെസിക്കേറ്റഡ് കോക്കനട്ടും കോക്കനട്ട് മിൽക്ക് പൗഡറും രണ്ടും 2 ഐറ്റം ആണ്. അപ്പം നമ്മളിവിടെ ചേർക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇത് മൊത്തം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത്രയും കൂടിയിട്ട് നല്ല സ്മൂത്തായിട്ട് വരുന്നവരെ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വീണ്ടും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചൂടാറിയിട്ട് ഇതിലിട്ട് ഒന്ന് അടിച്ചെടുത്തത്. നമ്മൾ പകുതി ഈ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പിങ്ക് കളറ് ഒരു ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർക്കണ്ട. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കളർ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്കിത് അല്ലാതെ തന്നെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. കാണാൻ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. പിങ്ക് കളർ ഒരു ഡ്രോപ്പ്. ഇനി ഇതാ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന ട്രേയിലേക്ക് ഒരു സൈഡിലേക്ക് ഞാൻ പിങ്ക് കളർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് വൈറ്റ് കളറിലെ ഐസ്ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. 2 കളറിൽ 2 ഷെയ്ഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നേരെ ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ഇത് ഐസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ഫ്രീസ് ആക്കിയിട്ടാണ് ഇത് വെച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഐസ്ക്രീമൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ട് വന്നു. ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് പിസ്ത ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബാൾസും ഇട്ടാണ് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് പോവുക. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന പ്രോബ്ലം ഉള്ളവർ ഇപ്പം തന്നെ സുമീസ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ചാനലിലെ 2-3 വീഡിയോസ് ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.